എല്ലാവർക്കും നമ്മുടെ ഭഗവത്ഗീത ചാൻറ്റിംഗ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 15ാമത്തെ ചാപ്റ്ററിലെ ചാൻറ്റിംഗ് ആണ്. ആദ്യം ധ്യാന ശ്ലോകം ചൊല്ലാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്രേ യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതമഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോത്പല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ. അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സുതീർണ കുലു പാണ്ഡവൈരണനിധി കൈവർത്തക കേശവ. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗണ്ഡോത്കടം നാനാകേനകേസര ഹരികഥാ സംബോധനാബോധിതം. ലോകേ ഷഡ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനം ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈः സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം വിദുസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. നമുക്ക് ചാൻറ്റിങ് തുടങ്ങാം. ഇന്ന് 8 ബാച്ചിൽ നമ്മൾ ചാൻറ്റിങ് ചെയ്യുന്നു. ഞാൻ എല്ലാവരുടെ പേര് വായിക്കുന്നില്ല. ഓരോരോ ബാച്ച് കഴിഞ്ഞ് നമുക്ക് തുടർച്ചയായിട്ട് ചൊല്ലിക്കൊണ്ട് പോകാം. അപ്പോൾ ബാക്കപ്പിൽ രമാക്കയ്ക്ക് നല്ല ജോലിയുണ്ടെന്ന് തോന്നുന്നു. ഹരി ഓം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ബാച്ച് 1 അപ്പോൾ നമുക്ക് വിമല അക്കയിൽ 1 നിന്ന് 4 ശ്ലോകം വരെ തുടങ്ങാം. ഹരി ഓം വിമല. ഹരി ഓം അണ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ പഞ്ചദശോധ്യായഃ പുരുഷോത്തമയോഗഃ. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം
ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ് അധശ്ചോർത്ഥം പ്രസൃതാ തസ്യ ശാഖാ ഗുണപ്രവൃത്ത വിഷയപ്രവാലാഃ അശ്വത്ഥമൂലാനനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ ന രൂപമസ്യേഹ തതോപലിപ്യതേ നാദോ ന ചാദിർന ച സംവൃതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അശംകശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി പൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തിഃ പ്രസിദ്ധാ പുരാണി. നിർമ്മാണമോകാരികസംഗതോകാ അധ്യാത്മമിത്യാവിനിവൃത്തകാമാ ദ്വന്ദ്വൈർവിമുക്തസുരദുഃഖസംജ്ഞൈ ഗച്ഛന്തമൂഢാ പരമവ്യയം തൗ ന തദ്ഭാസയത്തെ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമാ പരമം മമ. മമൈവാംശോ ജീവലോകേ ജീവഭൂതസനാതനഃ മനഃശക്താനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി തത്സരി ശരീരം യദവാപ്നോതി യച്ഛാസൂക്താമതീശ്വര വിചിതൈതാനി സംയാതി വായുഗന്ധാനി വാസയേ. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനഃശ്ചായം വിഷയാനുപസേവതേ ഉത്ക്രാമന്തം സ്ഥിതം വാപി പുഞ്ചാനം വാ ഗുണാനിധം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ യതന്തോ യോഗിനൈശ്ചന്യം പശ്യന്താത്മന്യവസ്ഥിതം യദന്തോ അപ്യകൃതാത്മാനോ നൈനം പശ്യന്ത ചേതസഃ യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നോ തത്തേജോ വിദ്ധി മാമകം. ഗാമാവിസ്യജ ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധീ സർവാഃ സോമോ ഭൂത്വാ രസാത്മകഃ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്തഃ സ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യഃ വേദാന്തകൃദ്വേദവിദേവ ചാഹം ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വര യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രഥിതഃ പുരുഷോത്തമ യോ മാമേവ സമ്മൂഢഃ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ. ഹരി ഓം.
ഓം ശ്രീ ഭഗവതേ വാസുദേവായ. ശ്രീഭഗവാനുവാച ഊർധ്വമൂലമധഃ ശാഖാമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ് അധശ്ചോർധ്വം പ്രസുതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാഃ അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ ന രൂപമസ്യേഹ തതോപലഭ്യതേ ജ്ഞാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസുതാ പുരാണി. നിർമാണമോഹോജിത സംകതോഷ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാഃ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖ സഞ്ചൈഃ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തദേ ന തദ്ഭാസയതേ സൂര്യോഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. മാമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനസഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ശരീരം യദ്വാപ്നോതി യച്ഛാപ്യുത്കാമതീശ്വരഃ ഗൃഹീത്വൈദ്വാനി സംയാതി വായുർഗന്ധാനി വാസയാത്. श्रोत्रं चक्षुस्पर्शनं च रसनं घ्राणमेव च अधिष्ठाय मनश्चायं विषयानुपसेवते उत्क्रामन्तं स्थितं वापि भुञ्जानं वा गुणान्वितं विमूढानानुपश्यन्ति पश्यन्ति ज्ञानचक्षुषः यतन्तो योगिनश्चैनं पश्यन्त्यात्मन्यवस्थितं यतन्तो प्रकृतात्मानो नैनं पश्यन्त्यचेतसः यदादित्यगतं तेजो जगद्भासयतेऽखिलं यच्चन्द्रमसि यच्चाग्नौ तत्तेजो विद्धि मामकम्. गामविश्य च भूतानि धारयामि अहमोजसा पुष्णामि च औषधीं सर्वा सोमो भूत्वा रसात्मकः अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्ता पचामि अन्नं चतुर्विधम् सर्वस्य च अहं हृदि सन्निविष्टो मत्तस्मृतिज्ञानममोहनं च वेदैश्च सर्वैरहमेव वेद्यो वेदान्तकृद्वेदविद् एव चाहम् द्वौ इमौ पुरुषौ लोके क्षरश्च अक्षर एव च क्षरः सर्वाणि भूतानि कूटस्थो अक्षर उच्यते तमः पुरुषस्त्वन्यः परमात्मेत्युदाहृतः यो लोकत्रयमाविश्य बिभर्त्यव्यय ईश्वरः यस्मात् क्षरमधीतोऽहम् अक्षरादपि चोत्तमः अतोऽस्मि लोकवेदे च प्रथितः पुरुषोत्तमः यो मामेव एवमसम्मूढः जानाति पुरुषोत्तमं स सर्वविद् भजति मां सर्वभावेन भारत इति गुह्यतमं शास्त्रम् इदमुक्तं मया नघ एतद्बुद्ध्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत. ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुन संवादे
पुरुषोत्तमयोगो नाम पञ्चदशोऽध्यायः। ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീഭഗവാനുവാച ഊർധ്വമൂലമഥ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാലാഃ. അധശ്ച മൂലാന്യ അനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ന രൂപമസേഹ്യ തഥോപലലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠാ. അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ. തമേവ ചാദ്യം പുരുഷം പ്രവദ്യേ യതഃ പ്രവൃത്തി പ്രസൃതാ പുരാണി. നിർമാണമോഹ ചിദസംഗദോഷഃ അധ്യാത്മനിത്യാ വിനിവൃത്തകാമഃ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖസംജ്ഞൈ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത് ന തത് ഭാസയതേ സൂര്യഃ ന ശശാങ്കോ ന പാവകഃ യത് ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ. മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ശരീരം യത് വ്യാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവത്തെ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസഃ. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. കാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധീഃ സർവാഃ സോമോ ഭൂത്വാ രസാത്മകഃ. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച. വേദൈശ്ച സർവൈരഹമേവ വേദ്യഃ വേദാന്തകൃദ്വേദവിദേവ ചാഹം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച. ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വരഃ. യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ
आदोऽस्मि लोके वेदे च प्रथितः पुरुषोत्तमः यो मामेव सम्मूढो जानाति पुरुषोत्तमम् स सर्वविद् भजति मां सर्वभावेन भारत इति गुह्यतमं शास्त्रम् इदमुक्तं मया नघ एतत् बुद्ध्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे पुरुषोत्तमयोगो नाम पञ्चदशोऽध्यायः। हरि ओम्। हरि ओम्। अथ पञ्चदशोऽध्यायः पुरुषोत्तमयोगः। श्रीभगवानुवाच ऊर्ध्वमूलमथ शाखम् अश्वत्थं प्राहुरव्ययम् छन्दांसि यस्य पर्णानि यस्तं वेद स वेदविद् अदक्षोत्रं प्रसुतास्तस्य शाखा गुणप्रवृद्धा विषयप्रबाला अदंशमूल्याननुसन्ततानि कर्मानुबन्धीनि मनुष्यलोके न रूपमस्येह ततोपलभ्यते नान्दो न चादिर्न च सम्प्रतिष्ठा अश्वत्थमेनं सुविरूढमूलम् असङ्गशस्त्रेण दृढेन छित्त्वा ततः पदं तत्परिमार्गितव्यं यस्मिन् गता न निवर्तन्ति भूया तमेव चाद्यं पुरुषं प्रपद्ये यतः प्रवृत्ति प्रसृता पुराणी निर्मानमोहा जितसङ्गदोषा अध्यात्मनित्या विनिवृत्तकामा द्वन्द्वैर्विमुक्ता सुखदुःखसज्ञै गच्छन्ति मूढा पथमव्ययं तत्। न तद्भासयते सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तन्ते तदामा परमं मम ममैवांशो जीवलोके जीवभूतः सनातनः मनः षष्ठानि इन्द्रियाणि प्रकृतिस्थानि कर्षति शरीरं यद्वाप्नोति यच्चापुत्क्रामदीश्वरः गृहीत्वैतानि संयाति वायुर्गन्धानि वाशयात्। అక్క అన్మ్యూట్ చేయు. श्रोत्रं चक्षुस्पर्शनं च रसनं घ्राणमेव च अधिष्ठाय मनश्चायं विषयानुपसेवते उत्क्रामन्तं स्थितं वापि पुञ्जानं वा गुणान्वितं विमूढानानुपश्यन्ति पश्यन्ति ज्ञानचक्षुषः यदन्तो योगिना चैनं पश्यन्त्यात्मवस्थितं यदन्तो प्राकृतात्मनो नैनं पश्यन्ति चेदसः यदादित्यगतं तेजो जगत्पासयदोखिलं चन्द्रमसि यच्चाग्नौ तत्तेजे विधि मामकम्। कारयाम्यहमोजसा पुष्पामि चौषधि सर्वाः सोमो भूत्वरसात्मकः अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः
पचाम्यन्नं चतुर्विधं सर्वस्य चाहं हृदि सन्निविष्टः मत्तस्मृतिज्ञानमपोहनं च वेदैश्च सर्वैरहमेव वेदः वेदान्तकृत्वेदविदेव चाहम् स्वाविमौ पुरुषो लोके क्षराक्षर एव च क्षरः सर्वाणि भूतानि कूटस्थोऽक्षर उच्यते। उत्तमपुरुषस्तन्यः परमात्मेषु साधुः यो लोकत्रयमाविश्य विभक्तु वय ईश्वरः यस्मात् क्षरम् अधीतोः अक्षरादपि चोत्तमा अधोऽस्मि लोके वेदे च प्रथितपुरुषोत्तमः यो मामेव सम्मूढो जानाति पुरुषोत्तमं स सर्वविद् भजति मां सर्वभावेन भारत इति गुह्यतमं शास्त्रम् इति मुक्तं मायानघ एतद् बुद्धा बुद्धिमान् स्यात् कृतकृत्यश्च भारतः ओ तत्सद् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्याया योगशास्त्रे श्रीकृष्ण अर्जुन संवादे पुरुषोत्तम योग नाम 15 अध्याय। ओम श्री परमात्मने नमः। अथ 15 पुरुषोत्तमयोगः। श्रीभगवानुवाच ऊर्ध्वमूलमधश्चाघम् अश्वत्थं प्राहुरव्ययम् छन्दांसि यस्य पर्णानि यस्तं वेद स वेदवित् अथश्चोर्ध्वं प्रसृतास्तस्य शाखा गुणप्रवृद्धा विषयप्रवालाः अधश्च मूलान्यनुसन्ततानि कर्मानुबन्धीनि मनुष्यलोके न रूपमस्येह तथोपलभ्यते न रूपमस्येह तथोपलभ्यते नान्तो न चादिर्न च सम्प्रतिष्ठा अश्वत्थमेनं सुविरूढमूलम् असङ्गशस्त्रेण दृढेन छित्त्वा ततः पदं तत्परिमार्गितव्यम् यस्मिन् गता न निवर्तन्ति भूयः तमेव चाद्यं पुरुषं प्रपद्ये यत प्रवृत्तिः प्रसृता पुराणी। निर्माणमोहाजितसङ्गदोष अध्यात्मनित्या विनिवृत्तकामः द्वन्द्वैर्विमुक्ता सुखदुःखसञ्चये गच्छन्त्यमूढा पदमव्ययं तद् न तद्भासयते सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तन्ते तद्धामा परमं मम ममैवांशो जीवलोके जीवभूत सनातनः मनः षष्ठानि इन्द्रियाणि प्रकृतिस्थानि कर्षति शरीरं यत् वाप्नोति यच्चाप्युत्क्रामतीश्वरः गृहीतैतानि संयाति वायुर्गन्धानि वाशयात्। श्रोत्रं चक्षुस्पर्शनं च रसनं घ्राणमेव च अधिष्ठाय मनश्चायं विषयानुपसेवते उत्क्रामन्तं स्थितं वापि पुञ्जानं वा गुणान्वितं विमूढानानुपश्यन्ति पश्यन्ति ज्ञानचक्षुषः यतन्तो योगिनश्चैनं
पश्यन्तात्मन्यवस्थितं यतन्तोऽप्यकृतात्मानो नैनं पश्यन्त्यचेतसा यदादित्यगतं तेजो जगद्भासयतेऽखिलं यच्चन्द्रमसि यच्चाग्नौ तत्तेजो विद्धि मामकम् गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वाः ओ भूत्पुरुषात्मकः अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधं सर्वस्य चाहं हृदि सन्निविष्टः मत्तस्मृतिर्ज्ञानमबोहनंश्च वेदैश्च सर्वैरहमेव वेद्यो वेदान्तकृद्वेदविदेव चाहं द्वाविमौ पुरुषौ लोके क्षरश्चाक्षर एव च क्षरः सर्वाणि भूतानि कूटस्थोऽक्षर उच्यते। उत्तम पुरुषस्त्वन्या परमात्मेत्युव्याहृतः यो लोकोत्रयमविश्य बिभर्त्यव्यय ईश्वरः यस्माक्षरमतीतोऽहम् अक्षरादपि चोत्तमः अतोऽस्मि लोके वेदे च प्रतितः पुरुषोत्तमः यो मामेव सम्मूढो जानाति पुरुषोत्तमं स सर्वविद् भजति मां सर्वभावेन भारत इति गुह्यतमं शास्त्रम् इदमुक्तं मया नघ एतद्बुद्ध्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत। ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे पुरुषोत्तमयोगो नाम पञ्चदशोऽध्यायः। ॐ श्री परमात्मने नमः। अथ पञ्चदशोऽध्यायः पुरुषोत्तमयोगः। श्रीभगवानुवाच ऊर्ध्वमूलमधः शाखम् अश्वत्थं प्राहुरव्ययम् छन्दांसि यस्य पर्णानि यस्तं वेद स वेदवेत् अधश्चोर्ध्वं प्रसृतास्तस्य शाखा गुणप्रवृद्धा विषयप्रवालाः अधश्च मूलान्यनुसन्ततानि कर्मानुबन्धीनि मनुष्यलोके न रूपमस्येह ततोऽपलभ्यते नान्तो न चादिर्न च सम्प्रतिष्ठा अश्वत्थमेनं सुविरूढमूलम् असङ्गशस्त्रेण दृढेन छित्त्वा ततः पदं तत्परिमार्गितव्यं यस्मिन् गता न निवर्तन्ति भूयः तमेव चाद्यं पुरुषं प्रपद्ये यथ प्रवृत्ति प्रसृता पुराणी। हरि ओम नंदिनी अक्का चलिए। हरि ओम्। निर्मानमोहाजितसङ्गदोष अध्यात्मनित्या विनिवृत्तकामा द्वन्द्वैर्विमुक्ता सुखदुःखसञ्जय गच्छन्तमूढा पदमव्ययं तद् न तद्भासयते सूर्यो न शशाङ्को न पावकः यद्गतो न निवर्तन्ते तद्धामा परमं मम ममैवैश्यो जीवलोके जीवभूतसनातनः मनश्चाष्टानि इन्द्रियाणि प्रकृतिस्थानि कर्षति
ശരീരം യദവാപ്നോതി യച്ചാപ്യുത്ക്രമാദീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഹരി ഓം. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവത്തെ ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസഃ യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ചന്ദ്രമസി യച്ചൗഘനൗ തത്തേജോ വിദ്ധി മാമകം. गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधिः सर्वा सोमो भूत्वा रसात्मिका अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणोपानसमायुक्तः भजाम्यन्नं चतुर्विधं सर्वस्य चाहं हृदि सन्निविष्टो मत्तः स्मृतिज्ञानापोहनं च तदैश्च सर्वैरहमेव वेद्यो वेदान्तकृद्वेदविदेह चाहं द्वाविमौ पुरुषौ लोके क्षरक्षश्चर एव च क्षरः सर्वाणि भूतानि कूटस्थोऽक्षर उच्यते. उत्तम पुरुषस्तुन्य परमात्मेत्युदाहृतः यो लोकत्रयमाविश्य बिभर्त्यव्यय ईश्वरः यस्माक्षरमतीतोऽहम् अक्षरादपि चोत्तमः अतोऽस्मि लोके वेदे च प्रथितः पुरुषोत्तमः यो मामेवमसम्मूढो जानाति पुरुषोत्तमम् स सर्वविद् भजति मां सर्वभावेन भारत. इति गृह्यतमं शास्त्रम् इदमुक्तं मया नघ एतद्बुद्ध्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत. ॐ तत्सत्. इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे पुरुषोत्तमयोगो नाम पञ्चदशोऽध्यायः. ओम श्री कृष्ण परमात्मने नमः. श्री भगवानुवाच ऊर्ध्वमूलमधः अश्वत्थं प्राहुरव्ययम् छन्दांसि यस्य पर्णानि यस्तं वेद स वेदविद् अधश्चोर्ध्वं प्रसृतास्तस्य शाखा गुणप्रवृद्धा विषयप्रबालाः अधश्च मूल्याननुसन्ततानि कर्मानुबन्धीनि मनुष्यलोके न रूपमस्येह तदोपलभ्यते नान्दो न चादिर्न न च सम्प्रतिष्ठा अश्वत्थमेनं सुविरूढमूलम् असङ्गशस्त्रेण दृढेन चित्वा ततः पदं तत्परिमार्गितव्यम् यस्मिन् गता न निवर्तन्ति भूयः तमेव चाद्यं पुरुषं प्रपद्ये यतः प्रवृत्तिः प्रसृता पुराणी. निर्मानमोहादिदसङ्गदोष अध्यात्मनित्या विनिवृत्तिकामाः द्वन्द्वैर्विमुक्ताः सुखदुःखसज्ञैः यच्छन्त्यमूढाः परमव्ययं तत् न तत्भासयते सूर्यः न शशाङ्को न पावकः
യദ്ഗത്വാ ന നിവർത്തന്തി തത്ധാമ പരമം പമാ മമൈവാംസോ ജീവലോകേ ജീവഭൂതഃ സനാതനഃ മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ശരീരം യത്വാപ്നോതി യച്ചാപ്യുത്ക്രമാദീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാസയാത്. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ ഉത്ക്രാമന്തം സ്ഥിതം വാപി കുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസഃ യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ദഗാമിഷ്യ ച ഭൂതാനി ധാരായന്നമഃ ഭോജസ പൂഷാമി ചൗഷന്തിം സർവാം സോമോ ഭൂതോ രസാത്മകം അഹം വൈശ്വാനരോ ഭൂത പ്രാണിനാം ദേഹാമാശ്രിത പ്രാണാപാനസമായുക്തഃ പചാമന്യം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മതസ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ്ച സർവവൈരോഹമേവ വേദ്യോ വേദാന്തകൃത്തോ വിദേഹ ചാഹം ദ്വാമിമൗ പുരുഷോ ലോകേ ക്ഷരക്ഷാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ. ഉത്തമ പുരുഷസ്തന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയ ഈശ്വരഃ യസ്മാക്ഷരമതീതോഹം അക്ഷരാദപിരോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ യോ മാമേവ സമസമ്മൂഢഃ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഓം തത്സദ്വതി. ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ. ഓം പരമാത്മനേ നമഃ. അഥ പഞ്ചദശോധ്യായഃ. പുരുഷോത്തമയോഗഃ. ശ്രീഭഗവാനുവാച ഊർധ്വമൂലമതഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ്. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാലാ. അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ.
नान्दो न चादिर्न च सम्प्रतिष्ठा अश्वत्थमेनं सविरूढमूल आसङ्गशास्त्रेण दृढेन चित्वा ततः पदं तत्परमार्गदिव्यम् यस्मिन् तद्गता न निवर्तन्ति भूया तमेव चाद्यं पुरुषं प्रपद्ये यद प्रवृत्ति प्रसृता पुराणी निर्मानमोहाजितसङ्गदोष अध्यात्मनित्या विनिवृत्तकामाः द्वन्द्वैर्विमुक्ता सुखदुःखसंज्ञैः गच्छन्त्यमूढा पदमव्ययं तत् न तद्भासयते सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम ममैवांशो जीवलोके जीवभूतः सनातनः मनःषष्ठानीन्द्रियाणि प्रकृतिस्थानि कर्षति शरीरं यदवाप्नोति यच्चाप्युत्क्रामतीश्वरः गृहीत्वैतानि संयाति वायुर्गन्धानि वाशयात् श्रोत्रं चक्षुस्पर्शनं च रसनं घ्राणमेव च अधिष्ठाय मनश्चायं विषयानुपसेवते उत्क्रामन्दं स्थितं वापि ज्ञानं वा गुणान्वितं विमूढानानुपश्यन्ति पश्यन्ति ज्ञानचक्षुषः यदन्तो योगिनश्चैनं पश्यन्त्यात्मन्यवस्थितं यदन्तोऽप्यकृतात्मानो नैनं पश्यन्त्यचेतसः यदादित्यगतं तेजो जगद्भासयते अखिलं यच्चन्द्रमसि यच्चाग्नौ तत्तेजो विद्धि मामकम् गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वाः सोमो भूत्वा रसात्मकः अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधम् सर्वस्य चाहं हृदि सन्निविष्टः मत्तस्मृतिज्ञानमपोहनं च वेदैश्च सर्वैरहमेव वेद्यः वेदान्तकृद्वेदविदेव चाहं द्वाविमौ पुरुषौ लोके क्षरश्चाक्षर एव च क्षरः सर्वाणि भूतानि गूढस्थोऽक्षर उच्यते उत्तमपुरुषस्त्वन्यः परमात्मेत्युदाहृतः यो लोकत्रयमाविश्य विवर्त्यव्यय ईश्वरः यस्माक्षरमतीतोऽहम् अक्षरादविचोत्तमः अतोऽस्मि लोके वेदे च प्रथितः पुरुषोत्तमः यो मामेवमसम्मूढः जानाति पुरुषोत्तमम् स सर्वविद् भजति मां सर्वभावेन भारत इति गुह्यतमं शास्त्रम् इदमुक्तं मया नघ एतद् बुद्ध्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत ॐ तत्सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे
പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ. ഹരി ഓം. അങ്ങനെ 15ാമത്തെ ചാപ്റ്റർ ചാൻറ്റിങ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ 5-6 പ്രാവശ്യമൊക്കെ ആയിരിക്കും അല്ലെ സിന്ധുവൊക്കെ? അതെയാണ് 20 ശ്ലോകങ്ങളല്ലേ ഉള്ളൂ. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കേട്ടിരുന്നവര് ഇപ്പൊ ഏകദേശം മനപ്പാടമായി കാണും. എല്ലാവർക്കും ചാൻറ്റ് ചെയ്തവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. രമാക്ക ഇത്രയും 8 ബാച്ചുകാരുടെയും ബാക്കപ്പിൽ ഇരുന്ന് അക്കയ്ക്ക് നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. ഇപ്പം അറിയും. നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലി പൂർണ്ണമാക്കാം. എല്ലാവരും നേരെ ഇരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകൾ അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.